നമ്മൾ പുതിയൊരു സാധനമായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സാധനം. ഇത് കണ്ടിട്ട് ഇതിന്റെ സാധനം ഇതെന്ത് സംഭവം എന്ന് മനസ്സിലായോ? ഇതാണ് ക്യൂബോയിഡ് എന്ന് പറയും. മലയാളത്തിൽ ചതുരസ്തംഭം എന്ന് പറയും. ക്യൂബോയിഡ് അല്ലെങ്കിൽ ചതുരസ്തംഭം. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. 3D ജോമെട്രി നമുക്ക് അങ്ങ് ഷോർട്സിലൂടെ സെറ്റാക്കാം. യെസ്, ഇതിന് എത്ര മുഖങ്ങളുണ്ട്? ഇതിന് എത്ര മുഖങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 6 ഫേസസ്. 6, ഒന്ന് മുകളിൽ ഒന്ന് താഴെ, ഈ 2 സൈഡിലും ഇവിടെ 2. അപ്പം ഇതിനാകെ 6 മുഖങ്ങളുണ്ട്. 6 മുഖം ഫേസ് ഉള്ള രൂപമാണ് ഒരു ക്യൂബോയിഡ് എന്ന് പറയുന്നത്, ചതുരസ്തംഭം. ഓക്കെ, ഇനി ഇതിന് എത്ര മൂലകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 4, 4, 8 മൂലകളുണ്ട് ഇതിന്. ഓക്കെ, ഇനി ഇതിന് എത്ര വക്കുകളുണ്ട്? ഇതാ മക്കളെ വക്ക് എന്ന് പറയുന്നത്. ഈ സാധനമാണ് വക്ക്. കണ്ടോ എത്ര വക്കുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 12 വക്കുണ്ട് ചേട്ടാ, 12 വക്ക്. അപ്പം മുഖങ്ങൾ 6, വക്കുകൾ 12, മൂലകൾ 8. ഇത്രയും പഠിച്ചു. ഇനി മാറരുത്. ശരി, ഇനി ഇതിന്റെ ഏരിയ പിടിച്ചോ. ഇതിന്റെ ഏരിയ എന്താണ്? ഇതിന്റെ ഏരിയയുടെ ഇക്വേഷൻ കാണാതെ പഠിച്ചോണം. ഇതിന്റെ ഏരിയ, ഇതിന്റെ പുറമേയുള്ള മുഴുവനായിട്ടുള്ള ഏരിയനെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയും. ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH ആണ്. 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH ആണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണത്തിന്റെ ഇക്വേഷൻ. 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH. ഓക്കെ ആണോ? 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH, അതായത് എല്ലാ മുഖങ്ങളിലെയും കൂടെ ആകെ വിസ്തീർണം, അതിന് ടോട്ടൽ സർഫസ് ഏരിയ. 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH. L, B, H നീളം, വീതി, ഉയരം. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ വ്യാപ്തം, ഇതിൽ കൊള്ളുന്നതിന്റെ അളവിനെ വ്യാപ്തം എന്ന് പറയും. ആണോ? അത് എളുപ്പമാണ്. LBH ഇത്രേ ഉള്ളൂ. ചെറുത്. ഇതിന്റെ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ LBH. അപ്പൊ ഇതിന്റെ ഉപരിതല വിസ്തീർണം എന്താ? 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH. ഇതിന്റെ വ്യാപ്തം എന്താ? LBH, വോളിയം വ്യാപ്തം LBH. ഇതിന് 2 വികരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തോ, ഇക്വേഷൻസ് മറക്കരുത്. വോളിയം LBH, L ഇൻറ്റു B ഇൻറ്റു H. ഉപരിതല വിസ്തീർണം 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH. ഓക്കെ, ടാറ്റ.